ഒരാശുപത്രി എങ്ങനെയാവരുത് എന്ന് കാണണമെങ്കിൽ വൈക്കം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെത്തിയാൽ മതി. ഭിത്തികളും മേൽക്കൂരകളും തകർന്ന് ചോർന്നൊലിക്കുന്ന അശാസ്ത്രീയമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, ശുചിമുറി മാലിന്യമടക്കം ചോർന്നൊലിച്ച് വൃത്തിഹീനമായ പരിസരം. ജനപ്രതിനിധികൾ ഒന്ന് കാണണം ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ദുരവസ്ഥ. ലക്ഷങ്ങൾ മുടക്കി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളെല്ലാം ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. 50 സെന്റോളം വരുന്ന സ്ഥലത്ത് യാതൊരു ആസൂത്രണവുമില്ലാതെ തലങ്ങും വിലങ്ങുമായി പണിത 5 ബ്ലോക്കുകളാണ് ഇവിടെയുള്ളത്. ഞാനിവിടെ ഒരു മാസം കാലമായിട്ട് ഇവിടെ ചികിത്സയുള്ള വ്യക്തിയാണ്. നമ്മളിവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഈ റൂമും കാര്യങ്ങളും ഈ വാർഡിൻ്റെ കാണുന്ന വാർഡിലൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. അത് ബാത്റൂം ആണെങ്കിലും ബാത്റൂമിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ, ഞങ്ങളുടേതായ ആവശ്യ കാര്യങ്ങൾക്ക്, രോഗികൾക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടത്താൻ പറ്റില്ല. സൈഡ് കംപ്ലീറ്റും ഇവിടെ മൊത്തം പാമ്പും കാര്യങ്ങളും, അത് വെളിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കക്കൂസ്മാറിനൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അത് ടാങ്കിലോട്ടല്ല പോകുന്നത്, നിലത്ത് വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ മുറികൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ട്രാഷ് അടിക്കുന്ന ഞങ്ങളുടേതായ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന റൂമാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ഈ കെട്ടിടം ഇവിടെ ഒരു അധികം പഴക്കമില്ലെന്നാണ് ഞങ്ങളിവിടെ അറിയുന്നത്. 2018 ഉദ്ഘാടനം ചെയ്തതാണ്. പക്ഷെ എല്ലാ റൂമിൻ്റെയും അതിൻ്റെ സൈഡിലുള്ള ഭിത്തികളും കാര്യങ്ങളൊക്കെ തന്നെത്താനെ പൊളിച്ച് താഴെ വീണോണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റി OP കെട്ടിടം പണി തൂണിലായിട്ട് പണിയും നിർത്തിക്കഴിഞ്ഞ് 2 മാസം പിന്നിടുകയാണ്. കഴിഞ്ഞ ജൂണിൽ 1 വർഷം കൊണ്ട് പണി തീർക്കണമെന്ന വ്യവസ്ഥയിൽ നാഷണൽ ആയുഷ് മിഷന്റെ കെട്ടിടമാണ് കരാറുകാരൻ്റെ അനാസ്ഥ മൂലം ഇങ്ങനെ കിടക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പഴയ കെട്ടിടം പൊളിച്ചതോടെ മഴയും വെയിലുമേറ്റ് വേണം രോഗികളും ജീവനക്കാരും മറ്റു ബ്ലോക്കുകളിലേക്ക് ഓടിക്കയറാൻ. പുതിയ കെട്ടിടത്തിന്റെ അടക്കം ജനലുകളും വാതിൽപ്പടികളും ദ്രവിച്ച് നശിച്ചു. ശുചിമുറികളാകട്ടെ മുറികളുടെ നടുക്കാണ് പണിതിരിക്കുന്നത്. ഇതും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി വെള്ളം പോലും ഒഴുകിപ്പോകാത്ത നിലയിൽ. മുറികളിലെ വൈദ്യുതി ലൈനുകളിൽ നിന്ന് രോഗികൾക്കടക്കം ഷോക്കേൽക്കുന്ന സ്ഥിതിയിലുമാണ്. OP കൗണ്ടറാകട്ടെ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയാണ് മഴയും വെയിലും തടയുന്നത്. 26 വർഷം പിന്നിട്ട ഫാർമസി കെട്ടിടം തകർച്ചാ ഭീഷണിയിലാണ്. ഇത് ചോർന്നൊലിക്കുന്ന നിലയിലായതിനാൽ മഴ നനഞ്ഞു വേണം രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ. കെട്ടിട നിർമ്മാണത്തിലെ ആസൂത്രണം മൂലം വീൽ ചെയറിൽ പോലും ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണിവിടെ. തകർന്നു വീഴുന്ന ഒരു മുറിയിൽ 2-ലധികം ഡോക്ടർമാരാണ് ഇവിടെ ഇരുന്ന് ചികിത്സിക്കുന്നത്. സ്ത്രീകൾക്കടക്കം യാതൊരു സ്വകാര്യതയും ലഭിക്കാത്ത രീതിയിൽ ചികിത്സിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഈ ആയുർവേദ ആശുപത്രിയുടെ ദുരവസ്ഥ മനസ്സിലാക്കാൻ. എന്നിട്ടും ഈ ദുരവസ്ഥ പരിഹരിക്കാൻ ആരുമില്ല എന്നതാണ് ദയനീയം. 7 ഡോക്ടർമാർ മികച്ച സേവനവുമായി ഇവിടെയുണ്ടെങ്കിലും 20 ബെഡുകളുള്ള ഈ ആശുപത്രിയിൽ നഴ്സുമാരുടെയും തെറാപ്പിസ്റ്റുമാരുടെയും ഒഴിവുകൾ നികത്താൻ തയ്യാറായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങി നൽകിയ കസേരയും മേശയും പോലും ഇടാൻ സ്ഥലമില്ലാതെ ഇവിടെ ഈ മുറികളിൽ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. മികച്ച ചികിത്സ ലഭ്യമാകുന്ന ഈ ആയുർവേദ ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് ഇനിയെങ്കിലും സർക്കാർ പരിഹാരം കാണണം. ന്യൂസ് ടീം, വൈക്കം വാർത്ത.